welcome back to my YouTube channel. It's me, Sona here. ഗുഡ് മോർണിംഗ് പറയാൻ കാരണം ഞാനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ളൂ. പക്ഷേ സമയം 2 മണിയൊക്കെ കഴിഞ്ഞു. 2 മണി ആവുന്നുള്ളൂ. എനിക്ക് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഞാനപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങി ഇപ്പോൾ എണീറ്റു. എനിക്കിനി വീണ്ടും വർക്ക് സ്ഥലത്ത് പോകണം. ബിക്കോസ് ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫല്ല, ഞങ്ങളുടെ ഫ്രണ്ട്. അപ്പോൾ അവൾ ഇന്ന് പോവുകയാണെന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രീറ്റും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്ലസ് അവൾ പ്രഗ്നൻറ്റും കൂടെയാണ്, 9 മന്ത് പ്രഗ്നൻ്റാണിപ്പോൾ. അപ്പോൾ ഒരു മോം ടു ബി പോലെ എന്നാലും പോകുന്ന രീതിയിൽ ഉള്ളൊരു ചെറിയ ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഉറക്കം ശരിയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്നപ്പോൾ തന്നെ കിടന്നുറങ്ങി. കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ അറിയാം ഉറക്കം ശരിയായോ ഇല്ലയോ എന്ന്. അപ്പോൾ എൻ്റെ കൂതറ ലുക്ക് കണ്ടിട്ട് നിങ്ങളിതാ വേണ്ട, ഞാൻ പോയിട്ട് റെഡി ആയിട്ട് പെട്ടെന്ന് വരാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റായി. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞില്ലേ വടക്കഞ്ചേരിയിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യണം ചേച്ചി, ആളും വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് സംസാരിച്ചിരിക്കാൻ നേരമില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, അല്ലാണ്ട് എനിക്ക് സംസാരിച്ചിരിക്കാൻ ടൈമില്ല. അറിയാൻ എനിക്ക് ഡ്യൂട്ടിയിൽ നൈറ്റ് കയറണം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് വഴിയെ കാണാം കേട്ടോ. പോണ വഴിക്കത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഹറിബറി ആയിരുന്നു. കുറച്ച് കിട്ടിയ ക്ലിപ്സൊക്കെയാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനേ ഞാൻ മറന്നുപോയി. കുറച്ച് കിട്ടിയ ക്ലിപ്സാണ് ഞാനിതിലിപ്പോൾ ആഡ് ചെയ്യുന്നത്. അവൾക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് ഇത്രയും അവൾ പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഉള്ള രീതിയിലായിരുന്നു അവൾ പ്രതീക്ഷിച്ചത്. പിന്നെ ഞാൻ വരുമെന്ന് അവൾ ഓർത്തില്ല, ബിക്കോസ് ഞാൻ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ആകെ അവൾ സർപ്രൈസ്ഡായി, സോന നീ വന്നോ എന്നുള്ള രീതിയിലായിരുന്നു. ഞാനാണ് അവളെ പോയി വിളിച്ചിട്ട് വന്നത്. അങ്ങനെ അവൾക്ക് മോം ടു ബീൻ്റെ റിബൺ നമ്മൾ കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ എല്ലാവരും സീനിയേഴ്സായിട്ടുള്ള CNO, OM അങ്ങനെ കുറച്ച് പേരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരാൾ മോം ടു ബി ആയിട്ട്, അതായത് ലീവായിട്ട് പോവാണ്. മറ്റേ ആൾ ജിബി ചേച്ചിയാണ്, അത് OTയിലെ കോർഡിനേറ്ററാണ്. അപ്പോൾ ആളും 2 ദിവസം കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരുമിച്ചാണ് ഞങ്ങൾ പാർട്ടി കൊടുത്തത്. അഫീഫാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി സ്ട്രോങ്. അവൾ ഓരോ കാര്യവും ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ നല്ല മെച്യൂർഡായിട്ടുള്ള രീതിയിലാണ്. അവളുടേതായിട്ടുള്ള രീതിയിൽ അവൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യും. പിന്നെ കുറേ തവണ ഞാനാണെങ്കിലും അവളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിയിട്ടുണ്ട്, മിണ്ടാതിരുന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് മിണ്ടാനാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒരാളോട് വഴക്കിട്ടാൽ. ബട്ട് അവളങ്ങനെയല്ല. അവൾ ഇപ്പോൾ വഴക്കിട്ടാലും പിറ്റേ ദിവസം പഴയതുപോലെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അവൾ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ക്യാരക്ടർ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവൾക്ക് എന്താണ് ന്യായമെന്ന് തോന്നുന്നത് അവൾ പറയും, തെറ്റെന്ന് തോന്നുന്നത് അവളും പറയും. തിരിച്ച് ഞാനും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ക്ലാഷ് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, പുറത്തൊരു പ്രശ്നം വരാണെങ്കിൽ ഞങ്ങൾ 4 പേരും ഒരൊറ്റക്കെട്ടാണ് ആ കാര്യത്തിൽ. അപ്പം നമുക്കങ്ങോട്ട് ദേഷ്യമോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ വിഷയം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ അവർ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ അവളുടെ വളകാപ്പ് ഉള്ളൊരു പരിപാടി പോലെ ചെറിയ രീതിയിൽ നമ്മളെല്ലാ കൊളീഗ്സും കൂടി നടത്തി. അവൾക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, ഭയങ്കര ഇമോഷണലായി. അത് കണ്ടപ്പോൾ നമ്മളും കുറച്ച് ഇമോഷണലായി. കുറേ പണ്ടത്തെ ആ ഒരു ചിന്തയിലേക്ക് പോയി. അപ്പം നമ്മൾ ഇത്രയും നാളൊക്കെ തല്ലുണ്ടാക്കിയതൊക്കെ എന്ത് വെറും സില്ലി മാറ്റർ എന്നുള്ള രീതിയിലായിരുന്നു. ഭയങ്കര എല്ലാവർക്കും നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിൽ മെയിൻ തിങ് എനിക്ക് ഒരാളുടെ അടുത്ത് താങ്ക് യു പറയാനുണ്ട്. മൈ ഹസ്ബൻഡ് ഗ്രേറ്റ് സപ്പോർട്ടറാണ്. ഞാൻ ഇന്ന് ഭയങ്കര ധൃതിയിലാണ് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ടുവന്നാക്കി തരാമെന്ന് ചോദിച്ചപ്പോൾ ആൾ ഒന്നാമത് വെയിലാണ് ആ ടൈമിൽ, പുറത്ത് പോയി വന്നുള്ളൂ. അപ്പോൾ ഓക്കെ നീ പോയിട്ട് വരുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ശരി ഞാൻ ബസ്സിന് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കടയിലെത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ മറന്നുപോയി. എൻ്റെ പൊന്നോ, അത് ഭയങ്കര ഹറിബറിയായി. അതുകൊണ്ട് എനിക്കത് മറന്നുപോയി ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ. ആ സമയത്ത് ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞ് ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും അത് കൊണ്ടുവന്ന് തന്നു എനിക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും അവനുള്ളത് എനിക്കൊരു സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലാണെങ്കിൽ പോലും. ഇതിൻ്റെ തുടക്കം തൊട്ട് ഞാനിത് പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്നു എങ്കിൽ പോലും എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും എടുത്ത് ചെയ്യാനും കൂടെ വന്നതും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്.
ആൾ ഫ്രെയിം വാങ്ങാനാണെങ്കിലും അതിൻ്റെ ഫോട്ടോ സെലക്ട് ആവാനാണെങ്കിലും ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് മോട്ടിവേറ്റ് തന്നതിലാണെങ്കിലും എല്ലാത്തിലും എനിക്ക് തുടക്കം തൊട്ടേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നല്ല ഞാൻ പറയണത്. പിന്നെ അടുത്ത ആൾ പറയേണ്ടതാണെങ്കിലും ചേച്ചി ആൾക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് എടുത്ത് തന്നെ ആളുടെ വീട്ടിൽ കുറേ നാൾക്ക് ശേഷം ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3:30 വരെ ആൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഈ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് ആൾ എൻ്റെ ഒപ്പം കടയിൽ വന്നതും പിന്നെ അത്രയും നേരം ഒരു 5 മണി വരെയും അവർ നിന്നതും. ഈ ഒരു പ്രോഗ്രാമിന് അത്രയും എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്നും എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ രീതിയിലും എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത്ര മനോഹരമാക്കി. അതിൽ എല്ലാവർക്കും ഉണ്ട് പങ്ക്, ഒരാൾക്ക് മാത്രമല്ല. ഞാനിത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്താലും ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ബാക്കിയുള്ളവർ പറയാണ് വേണ്ട എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്ര നന്നായിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും പാർട്ടിസിപ്പേറ്റ്. പിന്നെ അവളുടെ ഡ്രസ്സ് വേറെ കൊണ്ടുവരാൻ പറയുകയാണെങ്കിലും അവളുടെ ഹസ്ബൻഡ് അഫീഫാൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങളത് എടുത്തത്. പക്ഷെ അത് ഇട്ടില്ല, അവൾക്ക് പാകമാവില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങളത് ഇട്ടില്ല. അപ്പോൾ ആളാണെങ്കിലും ആ ഡ്രസ്സ് കാണാണ്ട് കൊണ്ടുവന്ന് വെച്ച് തെഞ്ചയാണെങ്കിലും പ്രീനാണെങ്കിലും എല്ലാവരും ഞങ്ങൾ ആ എഫേർട്ടിൻ്റെ ബലമാണ് അവളുടെ ഫേസിൽ നിന്ന് വന്ന ആ ഒരു ഹാപ്പിനെസ്. അതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്ക് കിട്ടിയതിൽ. ഓക്കെ, നമ്മളപ്പോൾ വിഷയമൊക്കെ മാറിപ്പോയി. ഞങ്ങളുടെ ഗ്യാങ് വന്നു, ഞങ്ങൾ വളയിട്ടു, ലഡ്ഡു കൊടുത്തു. പിന്നെ ഇതാ ഈ കുട്ടി, ഇത് അഫീഫ പോണേന് പകരമായിട്ട് വന്നതാണ്. ധന്യ എന്നാണ് പേര്. ആൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് എല്ലാം ക്യാച്ച് ചെയ്ത് നന്നായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആൾ പഠിച്ചു വരുന്നുണ്ട്. നമ്മളെത്രയൊക്കെ തല്ലുണ്ടാക്കിയാലും പിടിച്ചാലും അത് ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. നമ്മുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ 4 പേരും ഒറ്റക്കെട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ ഞാൻ അഫിയാണെങ്കിലും തഞ്ചയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ തല്ലുണ്ടാക്കിയിരിക്കുമായിരിക്കും. ബട്ട് ആ ഒരു ടൈമിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ അതൊക്കെ മറന്ന് ഞങ്ങളൊരു ഒറ്റക്കെട്ട് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് തന്നെ. ഒരു ഫാമിലി പോലെ തന്നെ. ഞങ്ങളിപ്പോൾ നാളെ ഞാനാണെങ്കിലും ഞാനിവിടെ നിന്ന് പോവുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന കുറച്ച് പീപ്പിൾസിൽ ആളുകളാണ് തൻസീല, പ്രീന. ഇവരെ 2 പേരെയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ആദ്യം വന്നത്. പിന്നെയാണ് ഞങ്ങളുടെ ഇതിൽ അഫീഫ വന്നത്, പിന്നെ ജോസ്മിൻ ചേച്ചി വന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട്, ധന്യ. ആളും അങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവൾക്കത് ഭയങ്കര ഹാപ്പി ആയി. അവളുടെ ഫേസിൽ തന്നെ അത് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവൾക്ക് കൊടുക്കാൻ ചെറുതായിട്ടൊരു മടിയായിരുന്നു. കാരണം ഫോട്ടോയിൽ ഞങ്ങളുടെ ഓരോരോ മെമ്മറീസാണ്. ഞങ്ങൾ പണ്ട് നമ്മളത്രയും വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ എങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ പുറത്ത് പോയി ഒന്ന് ചില്ല് ചെയ്യണ ടൈമൊക്കെ ഭയങ്കര സ്പീഷ്യസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു. എമോഡീസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നേരെ വർക്കിലേക്ക് വന്നു. നല്ല മടിയുണ്ട് ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വർക്കിലേക്ക് വരാൻ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യാനാണല്ലോ വന്നത്, അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ്. എനിക്കധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. എല്ലാവർക്കും ബൈ.